കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ നമ്മളുടെ അമ്മമാർക്ക് 5000 രൂപ മുതൽ 6000 രൂപ വരെ നൽകുന്ന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. അതാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, PMMVY എന്ന് പറയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി. കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതിയുടെ വലിയൊരു ചിലവും വഹിക്കുന്നത്. കേന്ദ്ര സർക്കാർ APL BPL റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ അമ്മമാർക്ക് നൽകുന്ന ഒരു സാമ്പത്തിക ധനസഹായം കൂടിയാണിത്. നിലവിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതൽ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രണ്ടാമത് 6000 രൂപ ലഭിക്കുന്ന ഒരു സ്കീം കൂടി. അതായത് ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി ലഭിക്കുന്നത് എങ്കിൽ അതിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ധനസഹായമുണ്ട്. എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനത്ത് ശിശു ജനന നിരക്ക് കുറയുന്നത് കൊണ്ട് തന്നെ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക കൈത്താങ്ങായിട്ട് 6000 രൂപ കൂടി ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ സമീപമുള്ള അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അംഗനവാടി ടീച്ചേഴ്സാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നമ്മളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ സമീപമുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശാപ്രവർത്തകർ ഇവരെല്ലാം തന്നെയാണ് ഈ പദ്ധതിയുടെ ഏകോപന ചുമതലകൾ വഹിക്കുന്നത്. കൃത്യമായിട്ട് ആധാർ സീഡ് ചെയ്തിട്ടുള്ള, അതോടൊപ്പം തന്നെ DBT എനേബിൾഡ് ആയിട്ടുള്ള, അതോടൊപ്പം NPCI മാപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടാവണം. സ്ത്രീ ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് ഫണ്ട് നിക്ഷേപിക്കുന്ന രീതിയാണ്. നിലവിൽ ആദ്യത്തെ പ്രസവത്തിന് ലഭിക്കുന്ന സഹായം 3 ഗഡുക്കളായിട്ടാണ് വിതരണം ചെയ്യാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതായത് 5000 രൂപ 3 ഗഡുക്കളായിട്ട് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു. 2000, 1000, അതോടൊപ്പം തന്നെ അടുത്ത 2000 എന്നിങ്ങനെ 3 ഗഡുക്കളായിട്ടാണ് ലഭിക്കുക. എന്നാൽ നമ്മളുടെ സംസ്ഥാനത്ത് ഈ പരിശോധനകളെല്ലാം പിന്നിട്ട ശേഷം ഒരുമിച്ചൊക്കെ ഈ തുക വരുന്നൊരു സ്ഥിതിയാണ്. അതായത് ആദ്യത്തെ 2 ഗഡുക്കൾ പരമാവധി 3000 രൂപ വരെയൊക്കെ ആദ്യ സമയത്ത് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ആദ്യ സമയം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ലഭിക്കേണ്ട തുകയും അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിൽ ലഭിക്കേണ്ട തുകയും ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം. 6 മാസത്തിനൊക്കെ ശേഷമാണ് 2 ഗഡുക്കളുമൊക്കെ ഒരുമിച്ച് വരിക. അത് കൃത്യമായിട്ട് ചെക്കപ്പുകൾ, വൈദ്യ പരിശോധനകൾ ഇതെല്ലാം തന്നെ പൂർത്തിയാക്കി നമുക്ക് അംഗനവാടിയിൽ നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു MCP കാർഡുണ്ട്, മദർ ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കാർഡ്. ഈ കാർഡാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം. ഇതിൽ രേഖപ്പെടുത്തുന്ന കൃത്യമായിട്ടുള്ള പരിശോധനകൾ, അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, ഇത് എല്ലാം തന്നെ കൃത്യമായിട്ട് അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തൽ നടത്തുന്നതും ആനുകൂല്യം കൈമാറുന്നതും. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗുണഭോക്താവിന് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെ ആധാർ കാർഡ്, റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം. റേഷൻ കാർഡ് BPL അല്ല എങ്കിൽ ഈശ്രം കാർഡ് പോലുള്ള ഡോക്യുമെൻറ്റുകൾ എടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഭിന്നശേഷി ID കാർഡ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു തിരിച്ചറിയൽ രേഖ, അത് കൃത്യമായിട്ട് അംഗനവാടിയിൽ നിന്നും അധികൃതർ പറയുന്നതനുസരിച്ച് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആനുകൂല്യം കറക്റ്റായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അങ്ങനെയുള്ള പ്രസവങ്ങൾക്ക് സാമ്പത്തിക സഹായമായിട്ട് 6000 രൂപ കൂടി സർക്കാർ നൽകുന്നുണ്ട്. മൊത്തത്തിൽ 11000 രൂപയോളം ഒരമ്മയ്ക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പദ്ധതി. അതുമാത്രമല്ല, ഈ പദ്ധതിയിൽ നിലവിൽ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പദവികളോ ഒന്നും തന്നെ ഇല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള എല്ലാ അമ്മമാർക്കും, അത് സ്വകാര്യ മേഖലയിൽ ജോലി ഉണ്ടെങ്കിൽ പോലും ഈ സ്കീമിൻ്റെ ആനുകൂല്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. ദിവസ ജോലിക്ക് പണിയെടുക്കുന്നവർ, അതോടൊപ്പം തന്നെ വീട്ടമ്മമാരായിട്ടുള്ളവർ, അതോടൊപ്പം മറ്റ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യ പരിധിയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യ വിതരണം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അപ്പോൾ ഈ ആനുകൂല്യം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ PFMS വെബ്സൈറ്റിൽ നമ്മളുടെ ലഭിച്ചിട്ടുള്ള പ്രത്യേക ID നമ്പരൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് വന്നിട്ടുള്ള ആ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ കൂടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും പൊതുവായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. മറ്റ് വിശദ വിവരങ്ങളെല്ലാം തന്നെ അംഗനവാടിയിൽ നിന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചറിയുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.